കൊല്ലംതോടെന്ന പഴയ പ്രതാപം പോയ കൊല്ലംതോട്. ഞാനെൻ്റെ കഥ നേരത്തെ ഒന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പുതിയ ചില കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്താം. പഴയ കൂട്ടുകാരെ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഒരു തോടിൻ്റെ ഭംഗി ഇത് കണ്ടോ. ഈ നീന്തി നടക്കുന്ന ഈ അടുത്ത കാലത്ത് കിട്ടിയ കൂട്ടുകാരാ. അവ ചെറു മീനുകളാണ്, കറുത്ത കളറിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ പുതിയ കൂട്ടുകാർ മീനുകളുണ്ട്. പണ്ടത്തെ വട്ടോനും മുഷിയും എല്ലാം ഉണ്ടായിരുന്നു. മക്കനാത്തോട്ടിൽ നിന്നൊക്കെ കയറി വരുന്നതായിരുന്നു അവരെല്ലാം പോയി. ഇപ്പം വട്ടോനുമില്ല, മുഷിയില്ല, പരൽമീനുകളില്ല, വാഴയ്ക്കാവട്ടനില്ല, ഒന്നുമില്ല. ചെറിയ മീനുകൾ, ഗപ്പി പോലത്തതും കുഞ്ഞു മീനുകളൊക്കെ അതാട്ടെ. പണ്ട് പാമ്പുകളുണ്ടായിരുന്നു, നീർക്കോലിയൊക്കെ. ഇപ്പം ചൂട് കാരണമോ JCB വന്നുകൊണ്ടോ എന്താണെന്നറിയത്തില്ല, പാമ്പുകളും വരുന്നില്ല, നീർക്കോലിയില്ല. പണ്ട് മൂർഖനും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ പുതിയ പിന്നത്തെ കരയ്ക്ക് നിൽക്കുന്ന കൂട്ടുകാർ. ആ പുതിയവരാണ്, വിദേശികളാണ്. അതിപ്പം ഇങ്ങനെയാണല്ലോ. ഇത് റംബൂട്ടാൻ എന്ന് പറയും. ഇപ്പോൾ പുതിയ കൃഷിയാണ് റംബൂട്ടാനും ഒക്കെ കൃഷി ചെയ്യുക. എൻ്റെ പഴയ കൂട്ടുകാരെയും കൂടെ ഇടയ്ക്ക് ഓർമ്മിപ്പിച്ച് പോകണമല്ലോ. മണി പ്ലാന്റ് പണം ഉണ്ടാകാനെന്ന് പറഞ്ഞ ആൾക്കാർ നട്ടതൊക്കെയാണ്. ഇതെപ്പോഴും തോട്ടത്തിലുള്ളതാണ്. ഇതാ നമ്മുടെ മൈസൂർ പാക്ക്. ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് നിർത്തുന്നത്, അതുകൊണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. കാപ്പി, മൈസൂർ പാക്കും കുഞ്ഞും. ഇതാ റംബൂട്ടാൻ, ഒന്നുകൂടെ കണ്ടോളൂ. ഇത് മൈസൂർ കവുങ്ങ്, കായും ഉണ്ട്, ജാതി നിപ്പുണ്ട്. ഇത് കണ്ടോ, ഇവരുടെ കാപ്പിത്തോട്ടത്തിലെ കാപ്പികൾ. കാരയുണ്ട്, കാരപ്പഴം ഉണ്ട്, പക്ഷേ മുള്ളാണ്. ആൾക്കാർ വന്നു കഴിയുമ്പം കൂട്ടുകാർ നോക്കിക്കോണം കാലിൽ കൊള്ളാതെ. മഹാഗണി മഹാമരമാകുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നട്ടു വളർത്തിയതാ. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. പന്നൽക്കാടാണ്, അവരും കൂട്ടുകാരാണ്. എനിക്കിപ്പം കാടാണെന്നോ ഇതാണെന്നോ ഒന്നും ഇല്ലല്ലോ. എനിക്ക് ചുറ്റും നിൽക്കുന്നു ഇതാ തേരകം. വെള്ളമുള്ളിടത്ത് തേരകം വളരുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ തേരകങ്ങളെയും കൂട്ടുകാരായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ പണ്ട് എന്തുമാത്രം ആൾക്കാർ കുളിക്കാനൊക്കെ വരുമായിരുന്നു. മുളക് പൊടിയുണ്ട് എൻ്റെ പരിസരത്ത്, ഞാൻ വെള്ളം കൊടുത്ത് വളർന്ന. ഇത് കണ്ടോ, ഓടലെണ്ണ. ഓടലിൻ്റെ കുരു പണ്ടാട്ടി എണ്ണയെടുത്ത് ഓടലെണ്ണ മുറിവിന് ചേർക്കുന്നു. ഇത് കണ്ടോ, ഒരു പഴുതാരയും പോകുന്നുണ്ട്. അവനും എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഇവിടെ പണ്ട് ഞണ്ടും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞണ്ടുമില്ല, തേളുണ്ട്. അവനിപ്പോൾ അടുത്തില്ല. ഇവിടെ ഉണ്ടാകുന്ന തേള്. അപ്പം പ്ലാസ്റ്റിക്കും കുറേ വരുന്നുണ്ട്. മാലിന്യമെന്ന് പറഞ്ഞാലും ഇതാ റംബൂട്ടാൻ എന്നിവിടെ കിടക്ക് കണ്ടോളൂ. പണ്ട് റബ്ബറായിരുന്നു, അതിനു മുമ്പ് വാനിലയായിരുന്നു. വാനില മാറിയതോടുകൂടി റബ്ബർ പിന്നെയും വന്നു. ഇതാ ചില വിഷക്കൂണുകളും റബ്ബറും. റബ്ബർ പണ്ട് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു സൈഡിൽ കുരുമുളക് കൊടിയാണ്, അവ ഇപ്പോഴും വളർന്ന് നിൽക്കുന്നു. ഇത് കണ്ടോ, ഷുഗർ കുറയ്ക്കാനാണെന്ന് പറഞ്ഞ ആൾക്കാർ നട്ടു വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും ഷുഗറും പ്രമേഹവും ഉള്ളവരൊക്കെ കഴിക്കണമെന്ന് പറയുന്ന ഔഷധമാണെന്ന് പറയുന്ന ആരും കഴിക്കാറില്ല. നോക്കൂ, തഴ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ മുഖം? തഴയെന്ന് പറഞ്ഞാൽ തഴപ്പായ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ തോട്ടുമൊക്കെ ഇഷ്ടം പോലെ വളർന്നു വന്നതാണ്. പണ്ട് മുതലേ എൻ്റെ കൂട്ടുകാരനായിട്ട് ഇവൻ ഇവിടെ ഉണ്ട്. ഇപ്പോഴാരും തഴപ്പായും പായൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇവനിവിടെ വളർന്ന് നിൽപ്പുണ്ട്. എൻ്റെ സൗന്ദര്യം നിങ്ങൾ കണ്ടോ? സൗന്ദര്യത്തിനിടയ്ക്ക് സൗന്ദര്യക്കേടുകളും ഉണ്ട്. ആൾക്കാരുണ്ടാക്കി വെക്കുന്നതാണേ. എന്നാലും ഇത് കണ്ടോ, പൈനാപ്പിൾ, കൈത ചക്കപ്പഴം തിന്നുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? കൈത. ഇപ്പം മഴയൊന്ന് കുറഞ്ഞതുകൊണ്ട് ഒഴുക്കൊക്കെ എനിക്ക് കുറവാണ്. അല്ലെങ്കിൽ ഞാൻ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ്.
ഇത് കണ്ടോ, ഓരോന്നൊക്കെ ഒഴുകി വന്ന് കസേരയുടെ ഭാഗവും ഒക്കെ ഒഴുകിക്കൊണ്ടുവന്ന് വെള്ളം ഒഴുകിക്കൊണ്ടുവരുന്നതാണേ. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം സൈഡിൽ കൂടെ. റംബൂട്ടാനെ കണ്ടോളൂ, മറക്കണ്ട. ഇതാ ഒരു ആഞ്ഞിലി മരം. ഇത് കണ്ടോ, ഈന്ത്, പഴയ ഈന്ത്. മറക്കാതെ നിങ്ങൾ പണ്ടത്തെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലെ ഓരോന്ന് വളർന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ തോട്ടത്തിനടുത്ത് ഇനിയും നമ്മൾ മുകളിലേക്ക് പോവുക. ഇതാണ്ടോ, ഇതൊരു കള്ളുപനയാണ്, ചൂണ്ടപ്പനയെന്നും പറയും. നമ്മൾ സൈഡിലോട്ട് മാറിപ്പോവുക. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയാലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ചെറിയ ചെറിയ കിളകളെ ഒച്ച കേൾക്കുന്നില്ലേ? അത് ഞാൻ പറയുന്നത് നിങ്ങളോട്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുകയല്ലേ ഞാൻ ഉറങ്ങിപ്പോയി എന്നാ. എനിക്ക് ഉറക്കമില്ല കേട്ടോ. പണ്ട് എനിക്ക് കൊല്ലുംതോടെന്നായിരുന്നു പേര്. ഞാനാരെയും കൊല്ലുന്നില്ല. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ നാട് വാഴുന്ന കോട്ടയക്കർത്താക്കന്മാർ ആണല്ലോ കോട്ടയപ്പുരയിടമെന്ന് പറഞ്ഞു. അവർ ശിക്ഷ നടപ്പാക്കിയിരുന്നതാണ്. കുറ്റവാളികളെ പിടിച്ച് ഈ തോട്ടിൽ വെച്ചായിരുന്നു, എൻ്റെ അടുത്ത് വെച്ചായിരുന്നു അവരെ ശിക്ഷിക്കുന്നത്. അതിനങ്ങനെയാണ് ശിക്ഷിക്കുന്നത് കൊണ്ട് കൊല്ലും തോടെന്നായി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ആ കൊല്ലും തോടല്ല, അവരുടെ പദവി പോയതോടുകൂടി കൊല്ലൻ തോടായി. ഒന്ന് രണ്ട് തച്ചന്മാരൊക്കെ ഇവിടെ വന്ന് പണിക്കാരൊക്കെ താമസിച്ചിരുന്നു. അവരുടെ ഒരു തോടായതുകൊണ്ട് കൊല്ലം തോടെന്നായി. അപ്പം അകലെ നിങ്ങൾ കണ്ടോ, ഇഞ്ചക്കാടുകളാണ്. ഇഞ്ച തേച്ച് കുളിക്കാൻ ഔഷധമാണല്ലോ. ഇഞ്ച, പുളിഞ്ചിക്ക, വാകത്താളിയൊക്കെ അരച്ചല്ലേ കുളിക്കുന്നത്. അങ്ങനെ അത് ചതച്ച് ഇഞ്ച ഒക്കെ സോപ്പിന് പകരം സോപ്പുകായും ഇഞ്ചയൊക്കെ നാട്ടിൻപുറത്ത് പണ്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് ഒരു കുടപ്പനയാണ്. കുടപ്പനയൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടാണ് കാണുന്നത്. ആ കുടപ്പന വർഗത്തിൽപ്പെട്ട പനയാണ്. ഇത് പാല. പണ്ട് ഒരു വലിയ പാലമരം ഉണ്ടായിരുന്നു. ആ പാലമരത്തിൻ്റെ കുറ്റിയെന്ന് കിളുത്തതാണ് ഈ പാല. പണ്ട് ആൾക്കാർ പറയും യക്ഷിയൊക്കെ വന്ന് ഇരുത്തലാണ്, ഒറ്റമലിച്ച് വന്നിരിക്കും, യക്ഷി വന്നിരിക്കുന്നുണ്ട്. പിള്ളേരെ പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കുമേ. എന്നാലും അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഒച്ചകൾ കേട്ടിട്ടുണ്ട്. വലിയ പന്തം പോലെ ഉള്ള ഇത് പറന്നു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതൊക്കെ പണ്ട് കൊല്ലംതോടായിരുന്നപ്പോഴത്തെ കാര്യം. ഇന്നാരും ഇതൊന്നും വിശ്വസിക്കത്തില്ല. വെറും പൊലമ്പലുകളായിട്ടാണെന്ന് പറയും. ആയിക്കോട്ടെ, ചിലർ പറയും ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം നശിച്ചു പോയതാണെന്ന്. ഇത് അമൽപ്പൊരി, ചികിത്സയ്ക്കുള്ള മരുന്നാണ്. ഉള്ള വേദനയൊക്കെ പോവും. പ്രഷറിനും കൊളസ്ട്രോൾ, പ്രഷറിനൊക്കെ കഷായം വെച്ച് കുടിക്കുന്നതാണ്. ഇതാ ഇല്ലി തോട്ടങ്ങൾ വളർന്നു നിൽക്കുന്നു. ഇവിടെ ഇല്ലി ഇത് ഒട്ടലാണ്. ഇത് കൊട്ടാമുറം ഒക്കെ നെയ്യാൻ ആൾക്കാർ മുറിച്ചെടുത്തിരുന്നു. ഇവിടെ കവുങ്ങുകൾ ധാരാളം നിൽപ്പുണ്ട്. പണ്ട് പഴുക്കാവൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മൈസൂർ കവുങ്ങുമുണ്ട്, കവുങ്ങുമുണ്ട്, ഓടലുമുണ്ട്, പ്ലാശുണ്ട്, പൂവരശുണ്ട്. പൂവരശ് ഒരു മരമാണ്, മരുന്നാണ് പൂവരശ്. ഇവരൊക്കെ എൻ്റെ പഴയ കൂട്ടുകാരാണ്, പൂവരശും ഒക്കെ. ഇനി നമുക്ക് പുതിയ കൂട്ടുകാരന്മാരായ കാപ്പികൾ പഴയ കൂട്ടുകാരനാണ്. പഴയ കൂട്ടുകാരനായ തേയിലയുണ്ട്. തേയില കൂട്ടുകാരനെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ പല കൂട്ടുകാരെയും പിന്നെ പരിചയപ്പെടാനിരിപ്പുണ്ട്.
തേയില. എൻ്റെ സമയത്ത് തേയിലയും കാപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇഞ്ചിയുടെ തയ്യ മുള്ളാണേ. പിന്നെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഔഷധസസ്യം കൂവയാണ്. മഞ്ഞക്കൂവ, കുഴിക്കൂവ, കസ്തൂരി മഞ്ഞക്കൂവ, ഇതുമെല്ലാം എൻ്റെ പരിസരത്തുള്ളതാണ്. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഇത് കുഴിക്കൂവയാണ്. ഇത് വഷളല്ല കേട്ടോ, വഷണ. അപ്പം ഉണ്ടാക്കാനും ഉപയോഗിക്കും. നല്ല മണമുള്ളതാണ്. സൗന്ദര്യത്തിൻ്റെ കൂടെയുള്ള മഞ്ഞക്കൂവ, തേയില. ഇതൊന്നും ഇപ്പോൾ എടുക്കാതെ മുളൊക്കെ വെട്ടി വിടാത്തതുകൊണ്ട് വളർന്ന് നിൽക്കുന്നതാണ്. കാട്ടിലായി പോയില്ലേ. തേയില കുരുന്നുള്ളി തേയില ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് മറ്റ് കഥകളുമായിട്ട് പിന്നെ ഒരു ദിവസം